ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോളജിയുടെ 11th മൊഡ്യൂളായ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബിഹേവിയർ പ്രോബ്ലംസ് അല്ലെ അണ്ടർസ്റ്റാൻഡിങ് ദ ബിഹേവിയർ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയർ പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് അവനെ സ്റ്റാർട്ട് ചെയ്യാം. എന്താന്നുള്ളത്, പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് നോ ദ യൂഷ്വൽ ബിഹേവിയർ പ്രോബ്ലം ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡോപ്റ്റ് കറക്റ്റീവ് മെഷേഴ്സ്. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? പേരൻസ് ആണേലും ടീച്ചേഴ്സ് ആണേലും ഷുഡ് നോ ദ യൂഷ്വൽ, ഒരു കുട്ടിയുടെ യൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയർ എന്താന്ന് ആര് മനസ്സിലാക്കിയിരിക്കണം? നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് മനസ്സിലാക്കിയിരിക്കണം കുട്ടികളുടെ പ്രോബ്ലം. അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കുട്ടികൾക്ക് നൽകണം. കോമൺ ബിഹേവിയർ പ്രോബ്ലംസ്. എന്താണ് കോമൺ ബിഹേവിയർ പ്രോബ്ലം? കുറച്ച് ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഈറ്റിംഗ് ഒക്കെ ബിഹേവിയർ പ്രോബ്ലംസ് ആണെന്നാണ്. ഇത് ബിഹേവിയർ എങ്ങനെയാണ്, കുഞ്ഞുങ്ങളുടെ ഓരോരോ രീതികളാണ് പറയുന്നത്. ഈറ്റിംഗ്, സ്ലീപ്പ്, ടെമ്പർ ടാൻട്രംസ്, ഇതൊക്കെ എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അഗ്രഷൻ, നെഗറ്റീവിസം, വിഡ്രോവൽ ടെൻഡൻസി, ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ഇതിലൂടെ, അല്ലെ? അപ്പൊ എന്താന്ന് നോക്കാം. ഈറ്റിംഗ്, ദ ചിൽഡ്രൻ ഹു ഡു നോട്ട് ഫോളോ ദ ടേബിൾ മാനേഴ്സ് parent by adopting a corrective method, table manners will be acquired by the children gradually. അല്ലെ, കുട്ടികളെ എന്ത് ചെയ്യുക? കുട്ടികൾ ടേബിൾ മാനേഴ്സ് ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് ടേബിൾ മാനേഴ്സ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പേരൻസ് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്, അല്ലെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഏത് രീതിയിലായിരിക്കണം, അല്ലെ, അത് ഗ്രാജുവലി പ്രോസസ് ചെയ്യിപ്പിക്കണം. പേരൻസ് അവരെ കൊണ്ട് അതിങ്ങനെ ആയിരിക്കണം, നമ്മളിങ്ങനെ നല്ല മാനേഴ്സോട് കൂടി തന്നെ വേണം കഴിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം. ദേ ഷുഡ് ഗീവ് ട്രെയിനിങ് ടു ടേക്ക് ഫുഡ് വെൻ ദേ ആർ ആംഗ്രി. അവർക്ക് വിശക്കുമ്പോൾ അവർ തന്നെ ഫുഡ് എടുത്ത് കഴിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. The habits of washing before and after taking food, using napkins and huggies, etc. അതായത് ഫുഡ് കഴിക്കുന്നതിനും അല്ലെ അതിന് മുമ്പും എന്ത് ചെയ്യണം? ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും, അല്ലെ, അതിനുശേഷം നമ്മൾ നാപ്കിൻസ് യൂസ് ചെയ്ത് അത് തുടച്ചു മാറ്റേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഫോളോ അപ്പ് ചെയ്യാം. ഇങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്ക് ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടെന്ന് തന്നെ നമ്മൾ പറയണം. അതേപോലെ തന്നെ സ്ലീപ്പ്, ദ പേരന്റൽ ഇൻസിസ്റ്റൻസസ് ഓൺ ഗോയിങ് ടു ബെഡ് ആൻഡ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ ബെഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം വിത്ത് ഡെവലപ്പ് പഞ്ച്വാലിറ്റി എമംഗ് ദ ചിൽഡ്രൻ. നമ്മൾ തന്നെ കുട്ടികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? പഞ്ച്വാലിറ്റി കീപ്പപ്പ് ചെയ്ത് കൊടുക്കണം. രാവിലെ എഴുന്നേക്കുക, ഇന്ന സമയത്തിന് എഴുന്നേക്കണം, ഇന്ന സമയത്ത് ഉറങ്ങണം എന്നുള്ളൊരു ടൈം പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദ റെഗുലർ സ്ലീപ്ലെസ്നെസ് ഹാപ്പൻസ്, ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് എ സിംറ്റംസ് ഓഫ് one set of some health problems and physicians is to be consulted. Regularity in sleep is a sign of good health. എന്താ പറഞ്ഞത്? റെഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് എന്ന് പറയുന്നത്, ഓക്കെ, റെഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കൃത്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ടു ബി കൺസൾട്ട് എ ഡോക്ടർ, അല്ലെ, ഒരു ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. റെഗുലാരിറ്റി ഇൻ സ്ലീപ്പ് ഓഫ് ഗുഡ് ഹെൽത്ത്, അല്ലെ, ഒരു നല്ല ആരോഗ്യം ഉണ്ടാകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങുക, അല്ലെ, നല്ല രീതിയിൽ ഒരു പേഴ്സണ് 6 to 8 hours ഉറക്കം നിർബന്ധമാണ് ഒരു ഡെയിലി, അല്ലെ. അപ്പൊ അത് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 6 hours എങ്കിലും നമ്മൾ സ്ലീപ്പ് ചെയ്യണം. അതേപോലെ ടെമ്പർ ടാൻട്രം, കോപം എന്നൊക്കെ പറയും, അല്ലെ. ടെമ്പർ ടാൻട്രം ഈസ് എ കൈൻഡ് ഓഫ്, അതായത് അപസ്മാരത്തിന്റെ ഒക്കെ തുടക്കമാണെന്നാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. എപ്പിലിപ്റ്റിക് മാനിഫെസ്റ്റേഷൻ വിച്ച് കുഡ് കൂൾ ഡൗൺ ഇസ് പ്രോപ്പർലി റെസ്പോണ്ടഡ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്താൽ ചിലപ്പോൾ കുട്ടികൾ കൂൾ ഡൗൺ ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ സ്ലീപ്പ് ആർ, സ്ലീപ്പിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലംസ് സോമിനിലോക്കി, സ്ലീപ്പ് ടോക്കിംഗ്, സോമനാബിലിസം, സ്ലീപ്പ് വാക്കിംഗ്, എൻറൂസിസ്, ബെഡ് വെറ്റിംഗ്. ഈ സോംനിലോഗി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ലീപ്പ് ടോക്കിംഗ്, അല്ലെ, ഉറക്കത്തിൽ സംസാരിക്കുക എന്നുള്ള സ്വഭാവം ചില കുട്ടികളിൽ കാണപ്പെടാം. അതേപോലെ തന്നെ സോമനാബുലിസം, സ്ലീപ്പ് വാക്കിംഗ്, അല്ലെ, നമ്മൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം. അതേപോലെ തന്നെ എൻട്രീസസ്, അതായത് ബെഡിൽ മൂത്രം ഒഴിക്കുക, അല്ലെ, യൂറിൻ പാസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കുട്ടികളെ പ്രോപ്പർ ആയിട്ട് തന്നെ കെയർ ചെയ്യേണ്ടതും ആവശ്യമാണ്. അതേപോലെ തന്നെ അഗ്രഷൻ,
എന്താണ് അടുത്തത് പറഞ്ഞ അഗ്രസീവ് ബിഹേവിയർ. ചില കുട്ടികൾക്ക് ഭയങ്കര അക്രമശക്തരായിരിക്കും അല്ലെ, റിസൾട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ ആണ്. ചിലപ്പോൾ അത് ഫ്രസ്ട്രേഷൻസ് കൊണ്ടായിരിക്കാം അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അവരങ്ങനെ ചില സമയത്ത് വിച്ച് പ്രൊഡ്യൂസ് ആങ്കർ ആൻഡ് ഒപ്പോസിഷൻ, എന്തിനെ എതിർക്കുകയും എന്തിനും ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ അഗ്രഷൻ ഉള്ള കുട്ടികൾക്ക്. അതേപോലെ തന്നെ നെഗറ്റീവിസം. നെഗറ്റീവിസത്തിൽ എന്താണ് പറയുന്നത്, ചിൽഡ്രൻ ഹു മാനിഫെസ്റ്റ് നെഗറ്റീവിസം ഇൻ ദെയർ ബിഹേവിയർ ആർ ഓഫ്റ്റൻ disobedient to their parents and teachers and show negative attitudes to the authority and generally accepted principles. എന്താണ് പറഞ്ഞിരിക്കുന്നത്, നെഗറ്റീവ്സ് എന്ന് പറയുന്നത് എന്തിനും അവർ നെഗറ്റീവ് ആയിട്ട് കാണാം. കുട്ടികൾ ഡിസൊബീഡിയന്റ് ആയിരിക്കും അല്ലെ, അവര് ഇപ്പൊ പേരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണ് അനുസരിക്കുക എന്ന് പറയുന്നത് തീരെ ഉണ്ടാവും. അവരുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. ഇത് അതോറിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ വിഡ്രോവൽ ടെൻഡൻസി, വിട്ടുകൊടുക്കൽ പ്രവണത എന്നൊക്കെ പറയാം. സം ചിൽഡ്രൻ ഹാവ് എ ടെൻഡൻസി ടു വിഡ്രോ ദംസെൽസ് ഇൻ ടു ദെയർ ഓൺ വേർഡ്സ് ഇമാജിനേഷൻ ആൻഡ് അവരുടെ ഡ്രീംസിനെ അല്ലെങ്കിൽ അവരുടെ ഓരോ കഴിവിനെ അവരായിട്ട് തന്നെ എന്ത് ചെയ്യാം, ചിലപ്പം ഇത് ബിഹേവിയർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരായിട്ട് തന്നെ അവരുടെ കഴിവിനെ മാറ്റിവിടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും, വളരെ ചെറിയൊരു മൊഡ്യൂളാണ്, എല്ലാവരും പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ടീച്ചേഴ്സായിട്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് കാണാം.